എന്റെ പെണ്ണുമുള്ളയുടെ അരഞ്ഞാണം മുതലാളിക്ക് എന്തിനാ? അതിങ്ങ് തന്നേക്ക് രാവണ്യ മുതലാളി. അത് കിട്ടിയില്ലെങ്കിൽ എന്റെ ജീവിതം തകരും. കാശോ തരാം മുതലാളി, അമ്മയുടെ തത്തും തരാം. സ്വയം സംസാരിക്കുന്നു. ഇവന് ചിത്തഭ്രമം പിടിവിട്ടുവോ? നീലകണ്ഠ, ഇവിടെ വരൂ. മാഷായിരുന്നു, ഞാൻ കരുതി. കോളടിച്ചല്ലോ. മുതലും കൊടുക്കാണ്ട് തന്നെ പണയപ്പണ്ടം തിരിച്ചു കിട്ടിയല്ലേ? പണയപ്പട്ടം തിരിച്ചു കിട്ടിയെന്നോ? കിട്ടിയില്ലല്ലോ മാഷേ. അത് നിന്റെ സഹധർമ്മിണി ഏൽപ്പിച്ചു എന്ന് രാവുണ്ട് എന്നോട് പറഞ്ഞല്ലോ. വെറുതെ പറഞ്ഞതാ. എനിക്ക് ആ സാധനം തന്നിട്ടില്ല, കിട്ടിയിട്ടില്ല. സത്യം ദൈവത്താണ്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ശിരസ് പോയാലും രാവുണ്ണി എന്നോട് കളവ് പറയില്ല. പിന്നെ ഞാൻ നുണ പറഞ്ഞാണോ? നീ കള്ളനെ കഞ്ഞി വെച്ചവനാണല്ലോ. എങ്കിൽ എന്റെ തല പൊട്ടിത്തെറിച്ചു പോട്ടെ. പൊട്ടിത്തെറിച്ചോ? ഇല്ല. ഇല്ലല്ലോ. ഇപ്പൊ എന്നെ വിശ്വാസമായല്ലോ. എങ്കിൽ ആ പണയപ്പണ്ടം പിന്നെ എവിടെ പോയി? എന്ത് കാണാനടി കുരുത്തം കെട്ടവളെ നിന്നിപ്പോ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? അച്ഛാ ഞാൻ ഓടി പുറത്ത്. അതിന് ഞാനൊരു തെറ്റും ചെയ്തില്ലല്ലോ. പിന്നെ നീ എന്താ ചെയ്തത്? തള്ളി മോളും കൂടി മനുഷ്യനെ പേടിപ്പിച്ച് കൊല്ലാനിറങ്ങിയിരിക്ക. കൊല്ലടി കൊല്ല, എന്നിട്ട് കൊന്നിട്ട് അങ്ങോട്ട് പോ. സ്വന്തം വീട്ടിൽ മനുഷ്യന് ഇത്തിരി സമാധാനം തരില്ല എന്ന് വെച്ചാ ഇറങ്ങി കോടി നിന്ന് കിണുങ്ങാണ്ട് എടി പോവാ. അമ്മേ, അച്ഛന് ഭ്രാന്തായിന്നോ തോന്നുന്നേ. എന്താ കാര്യം? അമ്മ ഞാനും കൂടെ അച്ഛനെ പേടിപ്പിച്ച് കൊല്ലാൻ പോവാത്രേ. അങ്ങനെ പറഞ്ഞോ? എന്തായാലും ഇനിയുള്ളത് അമ്മ ഒറ്റയ്ക്ക് അങ്ങ് അനുഭവിച്ചാ മതി. ഞാൻ ക്ലാസ്സിൽ പോവാണേ. നിക്കണേ. നീ എവിടേക്കെന്നാ പറഞ്ഞേ? ക്ലാസ്സിലേക്ക്. എവിടേക്ക്? അതുമല്ല, മലയാളത്തിലല്ലേ അവള് പറഞ്ഞേ? ഇന്നത്തെ പദവില്ലാത്തൊരു മട്ടും പാവം. നീ മിണ്ടി പോവരുത്. ഇതിപ്പോ മോള് പറഞ്ഞത് ശരിയാണെന്നാ തോന്നുന്നത്. നീ ഒരിടത്തേക്കും പോണ്ട. അച്ഛൻ എന്താ ഈ പറയണേ? എനിക്ക് പഠിക്കണ്ടേ? ഓ, നിന്റെ ഒരു പഠിപ്പ്. നീ ആ അച്ചുമാഷിന്റെ മോനായിട്ട് ശൃംഗരിക്കാനല്ലേ കോളേജിൽ പോണേ? ഇന്നത്തോടെ നിന്റെ ശൃംഗാരൊക്കെ ഞാൻ അവസാനിപ്പിച്ചു. എന്താ നിങ്ങൾ പറയണേ? മലയാളത്തിൽ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ലേ? ഇല്ല. അകത്ത് പോടി. അകത്ത് പോടി. ഇതെന്തൊരു... നീ പോടി. എവിടേക്ക് അങ്ങോട്ട് പോണേ? ഇങ്ങോട്ട് പോടി. ഞാൻ അവിടെ പറഞ്ഞത് വല്ലതും മാഷ് കേട്ടോ? ശ്രവിച്ചു. നന്നായി. എനിക്ക് കുറച്ചുകൂടെ പറയാനുണ്ട്. അതും കൂടി മാഷങ്ങളെ ശ്രമിച്ചോ? വേണ്ട, തൽക്കാലം ഞാൻ വേറൊരു കാര്യം പറയാനാ വന്നത്. അതെന്താണാവോ? നീലകണ്ഠന്റെ പണ്ടം. വന്നേ. ഇനി ഒന്ന് പറഞ്ഞേ, എന്താ മാഷ്ട വിഷമം? ആ നീലകണ്ഠന്റെ പതുക്കെ പറഞ്ഞാ മതി, എന്റെ ചെവിക്കൊരു കുഴപ്പമില്ല. ആ നീലകണ്ഠന്റെ സ്വർണ്ണ പണ്ടം തിരികെ കൊടുത്തു എന്നല്ലേ രാവുണ്ണി പറഞ്ഞത്? അതെ, കൊടുത്തുല്ലോ. എന്താ കൊടുക്കണ്ടേ? വേണ്ടെങ്കിൽ കൊടുക്കണില്ല. അതവന് കിട്ടിയിട്ടില്ല. കൊടുത്താലല്ലേ കിട്ടുള്ളൂ. അപ്പൊ കൊടുത്തിട്ടില്ലേ? കൊടുത്തു. എന്നിട്ട് അവൻ കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞു. സാരില്ല, അത് അവന്റെ പെമ്പർനോത്തിയുടെ മുണ്ടിന്റെ അടിയിൽ കാണും. മുണ്ടിന്റെ അടിയിലോ? എടോ പൊട്ടൻ മാഷേ, അവൾ ആ പണ്ടം മുണ്ടിന്റെ കോന്തലയിൽ കെട്ടിയിരിക്കും. എന്നാൽ അവനത് അറിയാതിരിക്കോ? അറിയാതിരിക്കും. അതല്ലേ പെണ്ണുങ്ങളുടെ ഈ മിടുക്ക്. ഓ, എന്നെ പിണ്ടം വെക്കാൻ നീയും വന്നു അല്ലേ? ഞാൻ വന്നതേ. വേണ്ട, തൊള്ള തുറക്കണ്ട, ഞാൻ അങ്ങോട്ട് വരാം. വേണ്ട, മാഷ് ഇവിടെ നിന്നാ മതി, ഞാൻ ഇങ്ങോട്ട് വരാം. മാഷേ, നിന്നെയൊക്കെ എന്നിട്ട് കെട്ടിയെഴുന്നള്ളി. ഇനി പറ, എന്താ നിന്റെ വിഷമം? മുതലാളി, എന്റെ പണ്ടം. നിന്റെ പണ്ടവും കുടലൊക്കെ നിന്റെ വയറ്റിൽ തന്നെ ഉണ്ടല്ലോ, അത് ഞാൻ പുറത്തേക്ക് എടുക്കണ? അതല്ല മുതലാളി. പിന്നെ മാഷ് പറഞ്ഞു മുതലാളി സാവിത്രിക്ക് പണ്ടം തിരിച്ചു കൊടുത്തു. കൊടുത്തുല്ലോ. എന്നിട്ട് അവള് പറഞ്ഞു കിട്ടിയില്ലെന്ന്. കൊടുത്താലല്ലേ കിട്ടുള്ളൂ. അപ്പൊ മുതലാളി കൊടുത്തില്ലേ? കൊടുത്തുല്ലോ. കിട്ടിയില്ല എന്ന് പറഞ്ഞവള്. അതല്ലേ പറഞ്ഞത്, കൊടുത്താലല്ലേ കിട്ടുള്ളൂ. രാവുണ്ണി, അത് നിക്ക്, ഞാൻ ഇങ്ങോട്ട് വന്നോളാം. അപ്പൊ ഞാനോ? നിന്നെ ഉറുമ്പൊന്നും കടിക്കാനില്ലോ. നീ ഇവിടെ നിക്ക്, ഞാൻ ഇങ്ങോട്ട് വന്നോളാം. ഓ, ഇതിനകത്ത് പണിയില്ലേ? ഇനി മാഷക്ക് എന്താ പറയാനുള്ളേ? രാവുണ്ണി, സത്യം വ്യക്തമായിട്ട് പറയുമോ? താൻ നീലകണ്ഠന് പണ്ടം മടക്കി കൊടുത്തോ? കൊടുത്തൂലോ. എന്നിട്ട് കിട്ടിയില്ലെന്ന് അവൻ പറഞ്ഞതോ? ദേ ഇപ്പൊ കിട്ടിന്ന് പറഞ്ഞല്ലോ. കിട്ടിയില്ലെന്നാ പറഞ്ഞത്. വേണ്ട, അവിടെ നിന്നാ മതി, ഞാൻ അങ്ങോട്ട് വരാം. രാവുണ്ണി, താൻ കൊടുത്തു എന്ന് പറയുന്നതും നീലകണ്ഠൻ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നതുമായ പണ്ടം ഭഗവാനെ എവിടെ പോയി മറഞ്ഞു?
ഭഗവാൻ എവിടെ പോയി മറഞ്ഞു? അതാണ് എനിക്കും അറിയേണ്ടത്. എനിക്കും അതന്നെ അറിയേണ്ടത്. പോടാ, പോയി താടി പഠിക്കടാ. നീ പൊടി. മിത്തിലേത്ത് തറവാട്ടിലെ രാവുണ്ണിക്ക് നിന്റെ ഒരു പണത്തൂക്കം സ്വർണം കിട്ടിയിട്ട് വേണ്ട ഭാര്യയ്ക്കും മോൾക്കും മാല തീർക്കാൻ, അറിയോ? അത് തന്നെ ഞാനും ആലോചിക്കുന്നത്. മുതലാളിക്ക് എന്നെ പോലെ കഷ്ടപ്പാടായ. ഇറങ്ങി പോടെ തെണ്ടി. ഇത് കേട്ട മാഷേ പറയണത്? മാഷല്ല പറഞ്ഞത്, നിന്നെ പറഞ്ഞത്. അപ്പഴേ പോടി എന്താ പോടി. നീ ഇവിടെ നിന്നാ മതി, ആവശ്യം വരുമ്പോ ഞാൻ ഇങ്ങോട്ട് വന്നോളാം. നിങ്ങൾ ഇന്ന് നാടകം കളിക്കാ? അതേലോ, ഈ നാടകത്തിൽ പെണ്ണുങ്ങൾക്ക് റോളില്ല. നീ അകത്ത് പോ സരോജിനി. ഇല്ല, എനിക്ക് കാര്യം എന്താണെന്നറിയണം. രണ്ടാണുങ്ങളും ആ നീലാണ്ടനും സംസാരിക്കുന്നിടത്ത് നിനക്കെന്താ കാര്യം? കേറിപ്പൊടി അകത്ത്. ആ പെട്ട കൊള്ളും, നല്ല പെട്ട പുളിവാറലുണ്ടാട്ടി. ആ മാഷേ, പിന്നെ നീ പോയില്ലടാ എന്റെ പണ്ടം. പുറത്തെണ്ടി. നീലകണ്ഠൻ, സംയമനം പാലിക്കുക. നമുക്ക് മറ്റു മാർഗങ്ങൾ അവലംബിക്കാം. തൽക്കാലം വിട പറയുക. മാഷേ, മനുഷ്യനെ നാറ്റിച്ചപ്പോ മാഷക്ക് സമാധാനം ഇല്ലേ? അയ്യോ രാവുണ്ണി, ഞാൻ ഇനി ഞാൻ മാഷോട് പറയണം ഇറങ്ങി പോവാൻ. വേണ്ട, ഞാൻ സ്വയം പൊക്കോളാം. ആ മാഷോടെ നിക്ക്. മാഷുടെ മോന്റെ അടുത്തൊന്ന് പറഞ്ഞേക്ക്, എന്റെ മോളുടെ നേർക്ക് നോക്കി കയ്യും കാലും കാണിച്ചിട്ടുണ്ടെങ്കിലോ അവന്റെ കയ്യും കാലും ഞാൻ വെട്ടിയിരുന്നു. ഈശ്വര, പെട്ടകൊള്ളും ചുട്ട പെട്ട. നീ എന്ത് കാണാനാണ് ഇവിടെ വന്ന് നിൽക്കണേ? അടുക്കളയിൽ പണിയൊന്നുമില്ലേ? അകത്ത് കയറി പൊടി. നത്തുമോറി. ദുഷ്യന്ത, ഇതുവരെ പറഞ്ഞ പോലൊന്നും അല്ല ഇപ്പൊ അച്ഛൻ നിന്നോട് പറയാൻ പോകുന്ന കാര്യം. സുമിത്രയുമായുള്ള അടുപ്പം നീ മറക്കണം. എന്താണ് അച്ഛൻ ഇപ്പൊ ഇങ്ങനെ ഒരു തീരുമാനം? അച്ഛൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ശരിയാണ്. പക്ഷെ ഇപ്പൊ പറയുന്നു, ആ ബന്ധവും മറന്നേക്ക്. വാക്കിന് വ്യവസ്ഥയില്ലാത്ത ഒരുത്തന്റെ മകൾ എന്റെ മകന്റെ ഭാര്യയായി പടി ചവിട്ടുന്നത് എനിക്ക് ഇഷ്ടമല്ല. അച്ഛൻ അത് അച്ഛൻ വളരെ ആലോചിച്ചെടുത്ത തീരുമാനമാണിത്. അനുസരിക്കണം, അനുസരിച്ചേ പറ്റൂ. എന്താ അനുസരിക്കാൻ ഭാവമില്ലെന്നുണ്ടോ? ഞാനും വളരെ ആലോചിച്ചതിന് എടുത്തൊരു തീരുമാനമാണ്. ഒന്നുകിൽ ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കും, ഇല്ലെങ്കിൽ ഒരുമിച്ച് മരിക്കും. ആ രൗണ്ടി, ഞാൻ വീട്ടിലേക്ക് വരികയായിരുന്നു. എങ്ങോട്ടാ പോകുന്ന? അവിടെ നിൽക്കൂ. എന്റെ ഭഗവതി, ഈ പണ്ടാറക്കാലൻ എന്നെ വിടുന്ന ലക്ഷണമില്ലല്ലോ. രൗണ്ടി, തന്നോട് ഞാൻ 1000 പ്രാവശ്യം പറഞ്ഞില്ലേ പണ്ട കൊടുത്തു എന്ന്. പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തണേ? രൗണ്ടി, ഞാൻ പണ്ടത്തിന്റെ കാര്യം പറയാനല്ല വന്നത്. പിന്നെ നമ്മുടെ മക്കൾ, ആ ഇണപ്രാവുകൾ വിധിയുടെ കരിമ്പാറയിൽ തട്ടി എതിർ ദിശകളിലേക്ക് പറക്കാൻ അനുവദിക്കരുത്. ഒന്നുകൂടി പറഞ്ഞേ. വിധിയായ കരിമ്പാറയിൽ ആര് തട്ടിന്ന്? മറ്റാരുമല്ല, തന്റെ മകളും എന്റെ മകനും. ആ യുവഹൃദയങ്ങൾ പാലും വെള്ളവും പോലെ അടുത്തു കഴിഞ്ഞു. ഇനി ഒരു ശക്തിക്കും അവരെ വേർപിരിക്കാൻ സാധ്യമല്ല. നടു റോട്ടിൽ തടഞ്ഞു നിർത്തിയിട്ടാണോ കല്യാണക്കാര്യം പറയണേ? അതും സാഹിത്യത്തില്. അതിനൊക്കെ ഇനി സമയമുണ്ടല്ലോ. നേരവും കാലമൊക്കെ ആവുമ്പോ അത് നടക്കാതിരിക്കെ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. അല്ല രാവണേ, തന്റെ കല്യാണം കഴിഞ്ഞില്ലേ? ഭാര്യ മരിച്ചില്ലേ? ഇപ്പൊ താൻ ഫ്രീ ആയില്ലേ? താൻ ഫ്രീ ആയി. പിന്നെ ഇപ്പൊ എന്താ കാര്യം?